റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തോടുള്ള യൂറോപ്പിൻ്റെ പ്രതികരണത്തിൽ ഒരു ധീരമായ നീക്കം. റഷ്യൻ മിസൈലുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും യുക്രൈനെ സംരക്ഷിക്കാനുള്ള പദ്ധതി യൂറോപ്യൻ രാജ്യങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നു. സ്കൈ ഷീൽഡ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. 120 ഫൈറ്റർ ജെറ്റുകളാണ് യുക്രൈന് സുരക്ഷ ഒരുക്കാൻ പോകുന്നത്. യുക്രൈൻ്റെ 3 പ്രവർത്തനക്ഷമങ്ങളായ ആണവ വൈദ്യുത നിലയങ്ങൾ, ഒഡേസ പോലുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഈ പദ്ധതിയിൽ യുക്രൈൻ്റെ യുദ്ധമുഖങ്ങളോ കിഴക്കൻ പ്രദേശങ്ങളോ ഉൾക്കൊള്ളുന്നില്ല. സ്കൈ ഷീൽഡ് നാറ്റോയുടെ ഭാഗമല്ല, സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുക. ഇത് യൂറോപ്പിൻ്റെ പ്രതിരോധ നിലപാടിലെ വലിയ മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടയിലാണ് പദ്ധതി വരുന്നത് എന്നത് ശ്രദ്ധേയം. സ്കൈ ഷീൽഡ് 2023 ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് അവതരിപ്പിച്ച യൂറോപ്യൻ സ്കൈ ഷീൽഡ് ഇനിഷ്യേറ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുത്തിയത്. യൂറോപ്പിലുടനീളം ഒരു സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട ഈ പദ്ധതിക്ക് ഇപ്പോൾ 23 രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. യുക്രൈനിൽ റഷ്യ യുദ്ധം തുടരുന്നതിനാൽ ഈ സംരംഭത്തിന് അടിയന്തര പ്രാധാന്യമാണുള്ളത്. എന്നാൽ യൂറോപ്പിൻ്റെ ഈ പദ്ധതിയുടെ അപകട സാധ്യതയെക്കുറിച്ചും വിദഗ്ധർ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഈ നിർദ്ദേശം യൂറോപ്യൻ രാജ്യങ്ങളെ റഷ്യയുമായി നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്ന ആശങ്കയാണുള്ളത്. സ്കൈ ഷീൽഡിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചും ലോകത്തിന് കൗതുകമുണ്ട്. യുക്രൈനിൽ 120 ഫൈറ്റർ ജെറ്റുകൾ എങ്ങനെയാവും വിന്യസിക്കുക? അവ നിരന്തരം പറക്കുമോ? അങ്ങനെ വിവിധ വിശകലനങ്ങളാണ് ഇതിനെക്കുറിച്ച് നടത്തുന്നത്. വ്യോമ പ്രതിരോധം ജെറ്റുകൾ മാത്രമല്ലെന്നും അത് റഡാർ, മിസൈൽ പ്രതിരോധം, ഏകോപനം എന്നിവ ഉൾപ്പെടുന്ന ഒരു സമഗ്ര സംവിധാനമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്. ഒരു യൂറോപ്യൻ ജെറ്റിനെ റഷ്യ വെടിവെച്ചിട്ടാൽ എന്ത് സംഭവിക്കും? വിദഗ്ധർ ഇങ്ങനെയൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഒരു തെറ്റായ നീക്കം 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും നയിച്ചേക്കാം എന്ന് വിലയിരുത്തലുണ്ട്. UK, ഫ്രാൻസ്, ജർമ്മനി, ബാൾട്ടിക് രാജ്യങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന സഖ്യം ജെറ്റുകൾ നൽകാൻ സാധ്യതയുണ്ട്. ഇവയെ ആരാവും നിയന്ത്രിക്കുക? ഇത് വെല്ലുവിളി ഉയർത്തിയേക്കാം. യുക്രൈൻ യഥാർത്ഥത്തിൽ നാറ്റോയുടെയും യൂറോപ്പിൻ്റെയും താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രോക്സി യുദ്ധം നടത്തുകയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. അംഗീകാരം ലഭിച്ചാൽ സ്കൈ ഷീൽഡിനെ വേഗത്തിൽ നടപ്പിലാക്കാം. UK, ഫ്രാൻസ്, ജർമ്മനി എന്നിവയ്ക്ക് അതിനുള്ള ശേഷിയുണ്ട്. എന്നാൽ സ്കൈ ഷീൽഡ് യൂറോപ്പിൻ്റെ സുരക്ഷാ ഭൂപടത്തെ പുനർനിർവചിച്ചേക്കാം എന്ന വിലയിരുത്തലുമുണ്ട്. പുതിയ നീക്കത്തെ എന്തായാലും ലോകം ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്.